നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശനിയാഴ്ച ഉച്ചയോടെ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലെ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന് ഹമാസിനെതിരെ തീവ്ര യുദ്ധം പുനരാരംഭിക്കുമെന്നും ഭീഷണി മുഴക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലിനോട് ചേർന്ന് അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാനൊരുങ്ങി ഇറാൻ. ആക്രമണം തുടർന്നാൽ ആണവ യുദ്ധമടക്കം സമ്പൂർണ്ണ യുദ്ധമുണ്ടാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനി നൽകിയ മുന്നറിയിപ്പ്. 2 ടെർമിനലുകൾ വികസിപ്പിക്കുന്നതിനുള്ള multi-billion pound നിക്ഷേപ പദ്ധതി പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ഹീത്രൂ എയർപോർട്ട്. ബോട്ടുകളിൽ UK-യിലെത്തുന്ന അഭയാർത്ഥികൾക്ക് ബ്രിട്ടീഷ് പൗരത്വം നൽകുന്നത് അസാധ്യമാക്കിക്കൊണ്ട് UK സർക്കാർ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കി. അന്താരാഷ്ട്ര വാർത്താ ഏജൻസി അസോസിയേറ്റഡ് പ്രസ് ഡൊണാൾഡ് ട്രംപിന്റെ വാർത്താ റിപ്പോർട്ടിംഗ് വിലക്ക്. ട്രംപിന്റെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പദത്തിന് പകരമായി ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേര് ഉപയോഗിക്കുവാനുള്ള മാർഗനിർദ്ദേശം വിനയായി. ഗൾഫിൽ നിന്നും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമിടപാടിൽ വൻ വർധനവ്. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് കാരണം. UK-യിൽ കാർ നമ്പർ പ്ലേറ്റുകൾ വിൽക്കുന്നത് നിർത്തലാക്കിയ ആമസോൺ. തീരുമാനം രാജ്യത്ത് കാർ നമ്പർ പ്ലേറ്റുകൾ അനധികൃതമായി വിൽക്കുന്നു എന്ന വാർത്ത വന്നതോടെ. പാരീസിൽ നടന്ന AI പ്രവർത്തന ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം അധ്യക്ഷ പദവിയിൽ തിളങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ മഹാകുംഭമേളയിൽ മാഹി പൂർണിമ ദിവസമായി ഇന്ന് 73 ലക്ഷം ആളുകൾ സ്നാനം ചെയ്തതായി റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ശനിയാഴ്ച ഉച്ചയോടെ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലെ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന് ഹമാസിനെതിരെ തീവ്ര യുദ്ധം പുനരാരംഭിക്കുമെന്നും ഭീഷണി മുഴക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബന്ദികളെ മോചിപ്പിക്കുന്നത് നീട്ടിവെക്കുമെന്ന ഹമാസിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഗാസയിൽ ഇസ്രായേൽ സേന വിന്യസിപ്പിക്കാൻ പ്രധാനമന്ത്രി ഉത്തരവിട്ടു. അതേസമയം വെടിനിർത്തൽ കരാറിൽ ഭീഷണിയുടെ ഭാഷ കൊണ്ട് പ്രയോജനമില്ലെന്നാണ് ഹമാസിന്റെ പ്രതികരണം. ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഗാസയിൽ നിന്നുള്ള ഫലസ്തീനുകളെ ഏറ്റെടുക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ജോർദാനിലെയും ഈജിപ്തിലെയും സഹായം തടയുമെന്നും ഈ ആഴ്ച ആദ്യം ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ജോർദാൻ ഈ നിർദ്ദേശം നിരസിച്ചു. ഈ നിലപാട് ഫലസ്തീനുകളുടെ കുടിയിറക്കത്തിന് എതിരാണ് എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അബ്ദുള്ള രാജാവ് പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ US സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ ഇരുവരും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേലിനോട് ചേർന്ന് അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാനൊരുങ്ങി ഇറാൻ. ആക്രമണം തുടർന്നാൽ ആണവ യുദ്ധം പ്രയോഗിക്കുന്നതടക്കമുള്ള സമ്പൂർണ്ണ യുദ്ധമുണ്ടാകുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനി നൽകിയ മുന്നറിയിപ്പ്. ടെഹ്റാൻ അടുത്തുള്ള ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള പ്രാദേശിക സംഘർഷങ്ങൾ അടുത്തിടെ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ഇത് സംബന്ധമായ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനി നൽകിയ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്കയോ ഇസ്രയേലോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അത് പിന്നീട് സമ്പൂർണ്ണ യുദ്ധത്തിലേക്കായിരിക്കും നയിക്കുക എന്നും ഈ മാസം ആദ്യം നടന്ന ഖത്തർ സന്ദർശന വേളയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി താക്കീത് നൽകിയിരുന്നു. മൂന്നാമത്തെ റൺവേക്കുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി 2 ടെർമിനലുകൾ വികസിപ്പിക്കുന്നതിനുള്ള multi-billion pound നിക്ഷേപ പദ്ധതി പ്രഖ്യാപിക്കാൻ ഹീത്രൂ എയർപോർട്ട് ഒരുങ്ങുന്നു. 5 ടെർമിനലുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും എയർഫീൽഡ് പുനഃക്രമീകരിക്കുന്നതിനും ബസ് കണക്ഷൻ മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക പദ്ധതികൾ ചീഫ് എക്സിക്യൂട്ടീവ് തോമസ് ഓൾഡ് ബൈ പ്രഖ്യാപിക്കും. പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷ് സ്റ്റീലിന്റെ സ്കൺതോർപ്പ് പ്ലാന്റിൽ നിന്നുള്ള സ്റ്റീൽ ഉപയോഗിക്കുന്നതിനുള്ള കരാറിലും ഓൾഡ് ബൈ ഒപ്പുവയ്ക്കും. UK സമ്പദ് വ്യവസ്ഥയെ വളർത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ മാസം UK-യിൽ ഏറ്റവും വലിയ വിമാനത്താവളത്തിൽ ചാൻസലർ റേച്ചൽ റീവ്സ് 3ാം റൺവേ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ചെറുബോട്ടിൽ UK-യിലെത്തുന്ന അഭയാർത്ഥികൾക്ക് ബ്രിട്ടീഷ് പൗരത്വം നൽകുന്നത് അസാധ്യമാക്കിക്കൊണ്ട് UK സർക്കാർ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കി. നിയമവിരുദ്ധമായി UK-യിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും സാധാരണഗതിയിൽ പൗരത്വം നിരസിക്കപ്പെടുമെന്നും പുതിയ മാർഗനിർദ്ദേശം പറയുന്നു. രാജ്യത്തെത്തി എത്ര സമയം കഴിഞ്ഞാണ് നടപടി എന്നത് പരിഗണിക്കില്ല. ചെറിയ ബോട്ടുകൾ ഉൾപ്പെടെ അനധികൃതമായി UK-യിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ബ്രിട്ടീഷ് പൗരത്വ അപേക്ഷ നിരസിക്കപ്പെടുന്ന ശക്തമായ നടപടികൾ നിലവിൽ വന്നതായി ആഭ്യന്തര ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഈ നടപടികൾ വിസ ഇമിഗ്രേഷൻ ജീവനക്കാർക്കുള്ള മാർഗനിർദ്ദേശത്തിൽ അവതരിപ്പിച്ചു. എന്നാൽ ഈ മാറ്റത്തെ അഭയാർത്ഥി കൗൺസിലും ചില ലേബർ MPമാരും അപലപിച്ചു.
സ്റ്റെല്ല ക്രീസി ഉൾപ്പെടെയുള്ളവർ ഈ മാറ്റം അഭയാർത്ഥികൾ എന്നേക്കുമായി രണ്ടാം തരം പൗരന്മാരായി തുടരുമെന്ന് പറഞ്ഞു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസി അസോസിയേറ്റഡ് പ്രസ് ഡൊണാൾഡ് ട്രംപിന്റെ വാർത്താ റിപ്പോർട്ടിംഗ് വിലക്ക്. ഡൊണാൾഡ് ട്രംപ് പുനർനാമകരണം ചെയ്ത ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പദത്തിന് പകരമായി ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേര് ഉപയോഗിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകിയതിന് അസോസിയേറ്റഡ് പ്രസ് ഓവൽ ഓഫീസിൽ നിന്നും US ഭരണകൂടം വിലക്കി. ഓവൽ ഓഫീസിൽ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഒപ്പിടുന്ന പരിപാടിയിൽ നിന്നും MPയുടെ റിപ്പോർട്ടർ തടഞ്ഞു. ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുമായി AP അതിന്റെ എഡിറ്റോറിയൽ മാനദണ്ഡങ്ങൾ യോജിച്ചില്ലെങ്കിലും ഓവൽ ഓഫീസിലെ ഒരു പരിപാടി ആക്സസ് ചെയ്യുന്നതിൽ നിന്നും APയെ തടയുമെന്നും വൈറ്റ് ഹൌസ് അറിയിക്കുകയായിരുന്നു. ഇസ്രായേൽ രോഗികളെ ചികിത്സിക്കാൻ വിസമ്മതിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്ന ഒരു സോഷ്യൽ മീഡിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട ന്യൂ സൗത്ത് വെയിൽസിലെ 2 ആശുപത്രി ജീവനക്കാരെ പുറത്താക്കി. സിഡ്നിയിലെ ഒരു ആശുപത്രിയിലെ നഴ്സുമാരാണ് ഇവരെന്ന് തിരിച്ചറിഞ്ഞതായി ന്യൂ സൗത്ത് വെയിൽസ് ആരോഗ്യമന്ത്രി റയാൻ പാർക്ക് അറിയിച്ചു. NSW പോലീസും NSW ഹെൽത്ത് കെയർ കംപ്ലയിൻസും കമ്മീഷനും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പാർക്ക് പറഞ്ഞു. നഴ്സുമാർ അവരുടെ ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ് വ്യക്തമായും ലംഘിച്ചതായും റയാൻ പാർക്ക് വ്യക്തമാക്കി. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഏക ആശ്വാസം ഗൾഫ് പ്രവാസികൾക്ക്. ലഭിക്കുന്ന ശമ്പളത്തിന്റെ മൂല്യം കൂടിയതോടെ ഗൾഫിൽ നിന്നും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമിടപാടിൽ വൻ വർധനവ്. 2024 കണക്കനുസരിച്ച് സൗദിയിൽ നിന്നും ഇന്ത്യ അടക്കമുള്ള രാജ്യത്തേക്ക് പണമിടപാടിൽ 14% വർധനവാണ് രേഖപ്പെടുത്തിയത്. 14,420 കോടി റിയാലാണ് കഴിഞ്ഞ വർഷം സൗദിയിൽ നിന്നും വിദേശങ്ങളിലേക്ക് ഒഴുകിയത്. തൊട്ട് മുന്നത്തെ വർഷം ഇത് 12,680 കോടി റിയാലാണ്. 2024 തന്നെ ഡിസംബറിലാണ് ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയത്. 1,400 കോടി. സൗദി ദേശീയ ബാങ്കായ സാമ പുറത്തുവിട്ട കണക്കുകളിലാണ് പ്രവാസികളുടെ പണമിടപാടിലെ വർധനവ് വ്യക്തമാക്കുന്നത്. US-ൽ ട്രംപ് അധികാരം ഉറപ്പായതോടെ വിദേശ കറൻസികൾക്കുണ്ടായ ഇടിവാണ് ഡിസംബറിലെ മാറ്റത്തിന് കാരണം. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ ബഹുനില ആഡംബര റെസിഡൻഷ്യൽ കെട്ടിടത്തിന് തീപിടിച്ചു. ആളപായമില്ല. പുക ശ്വസിച്ച നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് 100-ലധികം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. തീ കെട്ടിടത്തിന്റെ 15ാം നില വരെ വ്യാപിച്ചതായി ബ്യൂണസ് അയർസ് എമർജൻസി സർവീസ് മേധാവി ആൽബർട്ടോ ക്രിസ്റ്റീൻ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു. UK-യിൽ കാർ നമ്പർ പ്ലേറ്റുകൾ അനധികൃതമായി വിൽക്കുന്നു എന്ന വാർത്ത വന്നതിനെ തുടർന്ന് ഓൺലൈൻ റീറ്റെയിലർ ആമസോൺ തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കാർ നമ്പർ പ്ലേറ്റുകൾ വിൽക്കുന്നത് നിർത്തലാക്കി. ഉപഭോക്താക്കളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധിക്കാതെയാണ് UK കമ്പനികൾ പ്ലേറ്റുകൾ വിൽക്കുന്നത് എന്നാണ് കണ്ടെത്തൽ. ഉപഭോക്താക്കളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പരിശോധിക്കാതെയാണ് UK കമ്പനികൾ പ്ലേറ്റുകൾ വിൽക്കുന്നു എന്നാണ് കണ്ടെത്തൽ. അതിനാൽ പുതുമയുള്ള പ്ലേറ്റുകൾ ഒഴികെ എല്ലാ നമ്പർ പ്ലേറ്റുകളുടെയും വിൽപ്പന അവസാനിപ്പിക്കുകയാണെന്നും ആമസോൺ അറിയിച്ചു. പാരീസിൽ നടന്ന AI പ്രവർത്തന ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷസ്ഥാനം വഹിച്ചു. ലോകം നിർമ്മിത ബുദ്ധി യുഗത്തിന്റെ ഉദയത്തിലാണെന്നും നമ്മുടെ രാഷ്ട്രീയം, സാമ്പത്തികം, സമ്പദ്വ്യവസ്ഥ, സുരക്ഷ, സമൂഹം എന്നിവയെ പുനർനിർമ്മിക്കുകയും ചെയ്തതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിലെ മറ്റ് സാങ്കേതിക നാഴികക്കല്ലുകളിൽ നിന്നും AI വളരെ വ്യത്യസ്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊതുവായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും അപകട സാധ്യതകൾ പരിഹരിക്കുന്നതും വിശ്വാസം വളർത്തിയെടുക്കുന്നതുമായ ഭരണ സംവിധാനവും മാനദണ്ഡങ്ങളും സ്ഥാപിക്കുന്നതിനുമായി കൂട്ടായ ആഗോള ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഫ്രാൻസിലെ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ. കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്തത് ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനം എന്ന വിഷയമായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ത്യയിൽ എന്തു മാറ്റം കൊണ്ടുവരാനാകും, അതിനായി ഗൂഗിളിനും ഇന്ത്യയ്ക്കും എങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കാനാകുമെന്നുള്ള കാഴ്ചപ്പാടുകൾ സുന്ദർ പിച്ചൈയും പ്രധാനമന്ത്രിയും പങ്കുവച്ചു. മോദിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഒരു ചിത്രവും സുന്ദർ പിച്ചൈ സമൂഹമാധ്യമമായ X-ൽ പങ്കുവച്ചു. പാരീസിൽ നടക്കുന്ന AI ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞത് ഏറെ ആഹ്ലാദകരമായ അനുഭവമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. അഴിമതി കേസിൽ ഡൽഹി ഗതാഗത വകുപ്പിലെ 6 ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. ഏജൻസിക്ക് വകുപ്പിലെ അഴിമതിയെക്കുറിച്ച് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തത്. പരാതിയിൽ നടത്തിയ പരിശോധനയിൽ വിവിധ തലങ്ങളിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് അറസ്റ്റ്. മഹാകുംഭമേളയിലെ മാഹി പൂർണിമ ദിവസമായ ഇന്ന് 73 ലക്ഷം ആളുകൾ സ്നാനം ചെയ്തതായി റിപ്പോർട്ട്. കർശന സുരക്ഷയാണ് പരിപാടിക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗതാഗത നിയമങ്ങൾ പാലിക്കുവാനും അംഗീകൃത പാർക്കിംഗ് സ്ഥലങ്ങൾ മാത്രം
ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും ഭരണകൂടം നിർദ്ദേശിച്ചു. ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പുണ്യസ്നാനം നടത്താൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇനി കേരള ഹൈലൈറ്റ്സ്. കാര്യമായ വിമത ശബ്ദങ്ങളും വിയോജിപ്പുകളും ഉയരാതെ CPM ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി. 6 ജില്ലകളിൽ പുതിയ ജില്ലാ സെക്രട്ടറിമാർ വന്നു. വയനാട്ടിൽ DYFI ജില്ലാ സെക്രട്ടറി, പാർട്ടി ജില്ലാ സെക്രട്ടറിയായ അപൂർവതയും ഇത്തവണ ഉണ്ടായി. ആദ്യഘട്ടത്തിൽ 5 ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായപ്പോഴേക്കും സമ്മേളനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രി സജീവ സാന്നിധ്യമായി മാറുന്ന സ്ഥിതിയുമുണ്ടായി. കൊല്ലത്ത് നടക്കുന്ന സമ്മേളനത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനയായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവർ പാർട്ടിക്കുള്ളിലുണ്ട്. മാർച്ച് 6 മുതൽ 9 വരെയാണ് സംസ്ഥാന സമ്മേളനം. ഒരാഴ്ചക്കിടെ 5 പേരാണ് കേരളത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും ഇതിൽ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, ആനകൾ നാട്ടിലിറങ്ങാതിരിക്കണമെങ്കിൽ സർക്കാർ നടപടിയെടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. കാടിനകത്താണ് മരണങ്ങൾ എന്ന് പറഞ്ഞ് സർക്കാർ തടിയൂരുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. വലിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ് മലയോരത്തു നിന്ന് വീണ്ടും വരുന്നത്. കാരണം 3 ദിവസം കൊണ്ട് 4 പേരെയാണ് ചവിട്ടിക്കൊന്നത്. ഒരാഴ്ചക്കുള്ളിൽ 5 പേരെയാണ് ആന ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിയാന്നും ഇന്നും ഈ വാർത്തകളാണ് വരുന്നത്. അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ മുഴുവൻ, മലയോരത്തുള്ള ആളുകളെ, വനാതിർത്തികളിലുള്ള ആളുകളെ, വന്യമൃഗശല്യം നേരിടുന്ന ആളുകളെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള നടപടിയാണ് ഗവൺമെന്റ് ഇപ്പോഴും എടുക്കുന്നത്. സത്യത്തിൽ ഒരു വളരെ അടിയന്തരമായി റെസ്പോൺസ് ടീമിനെയെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ പോകണം. മാത്രമല്ല, കാട്ടിൽ ചൂട് കൂടുന്നത് കൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ടാണ് ആന ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം കൊടുക്കാൻ, വെള്ളവും ഭക്ഷണവും കാടിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായ സംവിധാനങ്ങൾ വേണം. എവിടെയാണ് കൂടുതലായി ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് ഫോറസ്റ്റിന് അറിയാം. കേരളത്തിൽ ആന കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഉൾക്കാട്ടിൽ ആനയ്ക്ക് ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്യാൻ സാധാരണ അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത്. കേരളവും നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്നും കൃത്യമായി ഓഡിറ്റിംഗ് ഇല്ലാതെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അടിയന്തരമായി ഇപ്പോൾ ചെയ്യേണ്ടത് ആനകൾ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള ശല്യങ്ങളിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീമിനെ നിയോഗിക്കുകയും ആളുകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ആനകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കാടിനകത്ത് ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം. ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 107.69 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.53 രൂപ, ഒരു യൂറോ 89.93 രൂപ, ഒരു പൗണ്ട് 1.24 US ഡോളർ. ഇനി സ്പോർട്സ്. ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫിന്റെ ആദ്യ പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ റയൽ മാഡ്രിഡിന് വിജയം. 2-3 ഗോളുകൾക്കായിരുന്നു റയലിന്റെ വിജയം. ജൂഡ് ബെല്ലിഹാം ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിലാണ് റയൽ വിജയം പിടിച്ചെടുത്തത്. സിറ്റിയുടെ 2 ഗോളുകളും നേടിയത് എർലിംഗ് ഹാലൻഡ് ആയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശനിയാഴ്ച ഉച്ചയോടെ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലെ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന് ഹമാസിനെതിരെ തീവ്ര യുദ്ധം പുനരാരംഭിക്കുമെന്നും ഭീഷണി മുഴക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലിനോട് ചേർന്ന് അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാനൊരുങ്ങി ഇറാൻ. ആക്രമണം തുടർന്നാൽ ആണവ യുദ്ധമടക്കം സമ്പൂർണ്ണ യുദ്ധമുണ്ടാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനി നൽകിയ മുന്നറിയിപ്പ്. 2 ടെർമിനലുകൾ വികസിപ്പിക്കുന്നതിനുള്ള $multi-billion നിക്ഷേപ പദ്ധതി പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ഹീത്രൂ എയർപോർട്ട്. ബോട്ടുകളിൽ UKയിലെത്തുന്ന അഭയാർത്ഥികൾക്ക് ബ്രിട്ടീഷ് പൗരത്വം നൽകുന്നത് അസാധ്യമാക്കിക്കൊണ്ട് UK സർക്കാർ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കി. അന്താരാഷ്ട്ര വാർത്താ ഏജൻസി അസോസിയേറ്റഡ് പ്രസ് ഡൊണാൾഡ് ട്രംപിന്റെ വാർത്താ റിപ്പോർട്ടിംഗ് വിലക്ക്. ട്രംപിന്റെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പദത്തിന് പകരമായി ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേര് ഉപയോഗിക്കാനുള്ള മാർഗനിർദ്ദേശം വിനയായി. ഗൾഫിൽ നിന്നും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമിടപാടിൽ വൻ വർധനവ്. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് കാരണം. UKയിൽ കാർ നമ്പർ പ്ലേറ്റുകൾ വിൽക്കുന്നത് നിർത്തലാക്കിയ ആമസോൺ. തീരുമാനം രാജ്യത്ത് കാർ നമ്പർ പ്ലേറ്റുകൾ അനധികൃതമായി വിൽക്കുന്നു എന്ന വാർത്ത വന്നതോടെ. പാരീസിൽ നടന്ന AI പ്രവർത്തന ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനൊപ്പം അധ്യക്ഷ പദവിയിൽ തിളങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ മഹാകുംഭമേളയിൽ മാഹി പൂർണിമ ദിവസമായി ഇന്ന് 73 ലക്ഷം ആളുകൾ സ്നാനം ചെയ്തതായി റിപ്പോർട്ട്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.